ഹലോ ഫ്രണ്ട്സ്, ഇൻഡോർ പ്ലാന്റ്സ് വെക്കാൻ പറ്റിയ മനോഹരങ്ങളായ ചെടിച്ചട്ടികൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇന്നത്തെ വീഡിയോയിൽ 2 വെറൈറ്റി പോട്ട്സ് ആണ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ 2 ചെടിച്ചട്ടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ആണ്. അതായത് നമ്മൾ കളയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വേസ്റ്റ് മെറ്റീരിയൽസിൽ നിന്നാണ് നമ്മൾ ഈ 2 പോട്ട്സും ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പം ഇതിനു മുമ്പ് 2 വീഡിയോസിൽ ഞാൻ ഇതുപോലെ വേസ്റ്റ് മെറ്റീരിയൽസിൽ നിന്ന് എങ്ങനെ മനോഹരങ്ങളായ പോട്ട്സ് ഉണ്ടാക്കിയെടുക്കാമെന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണാം. പിന്നെ ഈ ആദ്യത്തെ പോട്ടിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇത് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്. നമുക്ക് തൈര് വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു കണ്ടെയ്നർ. അപ്പോൾ അതിനകത്ത് നമ്മൾ റെഡ് പെയിന്റ് അടിച്ചെടുത്തേക്കുന്നു. പിന്നെ ഇതിനകത്ത് ഈ ഡെക്കറേഷൻ ഉപയോഗിച്ചിരിക്കുന്ന പിസ്റ്റാ ഷെൽസും ജൂട്ട് ത്രെഡും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ മാത്രം മതി നമുക്ക് ഈ പോട്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഈ ഒരു പോട്ട്, രണ്ടാമത്തെ ഒരു പോട്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ അല്ല. ഇത് നമുക്ക് KFC വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ബക്കറ്റാണ്. അപ്പോൾ ഒരു പേപ്പർ ബക്കറ്റ്, അതിനകത്ത് പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള ആ ഒരു ബക്കറ്റ് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അതിനെ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോട്ടായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുവാണ്. പിന്നെ ഇതിനകത്ത് ഡെക്കറേഷൻ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സിൽവർ കളറ് നമ്മുടെ ബിസ്ക്കറ്റ് വാങ്ങുമ്പോൾ കിട്ടുന്ന ആ കവറ്, അല്ലെങ്കിൽ ചിപ്സ് വാങ്ങുമ്പോൾ കിട്ടുന്ന ആ കവറ്, അതുപയോഗിച്ചാണ് നമ്മൾ ഈ ഫുൾ ഡെക്കറേഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ 2 പോട്ട്സും ചെടിച്ചട്ടികളും എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ചെടിച്ചട്ടി ഉണ്ടാക്കാനായിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോട്ട് നമ്മൾ ഈ റെഡ് കളർ സ്പ്രേ പെയിൻറ്റ് അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഈ കണ്ടെയ്നർ നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ടല്ലോ. സ്പ്രേ പെയിൻറ്റ് അടിച്ചെടുത്ത ഈ ഒരു കണ്ടെയ്നറിലോട്ട് നമ്മൾ അക്രിലിക് പെയിൻറ്റ് അടിക്കുക, റെഡ് കളർ തന്നെ, നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ സ്പ്രേ പെയിൻറ്റ് അടിച്ചപ്പോൾ വിട്ടുപോയ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അടിച്ചെടുക്കാം. ഇനി ആദ്യം തന്നെ നമ്മൾ ഇതിനകത്ത് പിസ്റ്റാ ഷെൽസും പിന്നെ ജൂട്ട് ത്രെഡുമാണ് ഉപയോഗിക്കുന്നത്. ജൂട്ട് ത്രെഡ് 2 വലുപ്പത്തിലുള്ളതായിട്ട് മുറിച്ചെടുത്തേക്കുവാണ്, ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും. പിന്നെ ആദ്യം തന്നെ നമ്മളൊരു ഫ്ലവർ ഡിസൈൻ ചെയ്യുവാണ് ഈ പിസ്റ്റാ ഷെൽസ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതിങ്ങനെ ഈ പിസ്റ്റാ ഷെൽസിൽ നമ്മൾ ഗ്ലൂ ഗൺ വെച്ച് ഗം ഒട്ടിച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക ഒരു ഫ്ലവർ ഡിസൈൻ. അതിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവർ ഡിസൈൻ ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലവർ ഡിസൈനാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് എളുപ്പത്തിൽ വേണ്ടിയിട്ട് നമ്മൾ 2 സൈഡിലും ലെഫ്റ്റിലും റൈറ്റിലും ഓരോന്ന് ഒട്ടിച്ചു കൊടുക്കുക, ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട്. പിന്നെ അതിൻ്റെ ആ മുകളിലത്തെ ഗ്യാപ്പിൽ 2 എണ്ണം ഒട്ടിച്ചു കൊടുത്തു. പിന്നെ താഴത്തെ ഗ്യാപ്പിലും 2 എണ്ണം ഒട്ടിച്ചു കൊടുത്തു. കണ്ടോ? അപ്പോൾ ഒരു ഫ്ലവർ ഡിസൈൻ ആയി ശരിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പുറത്തുള്ള ഓരോ ഗ്യാപ്പിലും നമ്മൾ വീണ്ടും ഓരോ പിസ്റ്റാ ഷെല്ല് ഒട്ടിച്ചു കൊടുക്കുവാണ്. ഇത്രയും കൂടി വലിയൊരു ഫ്ലവർ ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ ഓരോ ഗ്യാപ്പിലും നമ്മൾ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി അടുത്തത് എന്താ, നമ്മുടെ സെൻറ്ററിലായിട്ടുള്ള ആ ഒരു ഗ്യാപ്പിലല്ലേ ഒട്ടിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഷെൽസ് നമ്മളിങ്ങനെ ഇത്തിരി സ്ലാൻഡിങ് ആയിട്ടുള്ള പൊസിഷനിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ പൂ വിരിഞ്ഞ് നിൽക്കുമ്പോൾ ഉള്ള ഒരു ലുക്ക് കിട്ടും. ഒരു പൂ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നൊരു ലുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ഫ്ലവർ ഡിസൈൻ കംപ്ലീറ്റ് ആയി. ഇനി അതുപോലെ തന്നെ വേറെ അതിൻ്റെ കുറച്ചും കൂടി ഗ്യാപ്പ് ഇട്ടിട്ട് വേറൊരു ഫ്ലവർ ഡിസൈൻ ചെയ്യുക. നമ്മൾ ഈ ചെയ്ത പോലെ തന്നെ സെയിം രീതിയിൽ ഒരെണ്ണം കൂടി ചെയ്യുക. പിന്നെ ഈ ഫ്ലവർ ഡിസൈൻ നമുക്ക് ഈ കളറിൽ തന്നെ വെച്ചാലും ഭംഗിയുണ്ട്. പിന്നെ 3 ഫ്ലവേഴ്സാണ് നമ്മൾ ഈ ഷെൽസ് വെച്ച് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒറിജിനൽ കളറിൽ നമുക്ക് വേണമെങ്കിൽ ഫ്ലവർ വെക്കാം, അല്ലെങ്കിൽ ഏത് കളറിൽ വേണമെങ്കിലും പെയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഫ്ലവറിനെ മാറ്റിയെടുക്കാം. അപ്പോൾ 3ാമത്തെ ഫ്ലവറും കംപ്ലീറ്റ് ആയി. ഇനി അടുത്തതായിട്ട് നമ്മൾ ആ വെട്ടി വെച്ചിരിക്കുന്ന ജൂട്ട് ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിങ്ങനെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. 2 ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മൾ ആ ലോങ് ത്രെഡ് 2 എണ്ണം ഒട്ടിച്ചു കൊടുക്കും, ഗ്യാപ്പ് ഇട്ടിട്ട്. എന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് നമ്മുടെ ആ ഷോർട്ട് ത്രെഡ്
അത് ഒട്ടിച്ചു കൊടുക്കും. കണ്ടോ ഇങ്ങനെ കണ്ടോ? അപ്പോൾ ഒരു ഡിസൈൻ കിട്ടിയിട്ടുണ്ടോ നമുക്ക്. അതുപോലെ നമ്മൾ ഓരോ ഫ്ലവറിൻ്റെയും ഗ്യാപ്പിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മുകളിൽ ഒരു ഭാഗമുണ്ടല്ലോ, ഒരു ബീം പോലെ കണ്ടെയ്നറിൻ്റെ അവിടെ നമ്മൾ ഈ സെയിം ജൂട്ട് ത്രെഡ് ഇങ്ങനെ റൗണ്ടിൽ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ പിസ്റ്റാ ഷെൽസിന് കളർ കൊടുക്കുവാണ്. അപ്പം ഞാൻ ഇത് റെഡ് ആൻഡ് ബ്ലാക്ക് ആൻഡ് യെല്ലോ ഒരു കോമ്പിനേഷനാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെല്ലാം ബ്ലാക്ക് കളർ കൊടുക്കുവാണ്. അപ്പോൾ അത് പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് കണ്ടോ ഒരു യെല്ലോ കളറാണ് കൊടുക്കുന്നത് സെൻറ്ററിലുള്ള 3 ഷെൽസിന്. അപ്പോൾ നമ്മുടെ ഈ പോട്ടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. കണ്ടോ? അടുത്ത പോട്ടിനായിട്ട് നമ്മളിങ്ങനെ KFC വാങ്ങുമ്പോൾ കിട്ടുന്ന ഈ ബക്കറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഫെവിക്കോളിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഇത്തിരി ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ കണ്ടെയ്നറിലോട്ട് ആദ്യം ഒന്ന് ഇത് തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മീതെ നമ്മൾ ഈ ടിഷ്യൂ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മീതെ വീണ്ടും ഈ ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് ചുളിവുകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ടിഷ്യൂ വെച്ച് ഒട്ടിച്ചെടുത്ത് കഴിയുമ്പോൾ തന്നെ ഇതിന് ഇത്തിരി ബലം കിട്ടും ഈ ഒരു ബക്കറ്റിന്. അപ്പോൾ അതുപോലെ നമ്മൾ ഈ ബക്കറ്റ് ഫുൾ ഏരിയ ഇതുപോലെ ടിഷ്യൂ വെച്ച് നമ്മൾ കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഗ്ലൂ തേച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം. അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഗ്യാപ്പൊക്കെ വന്നാൽ ചിലപ്പോൾ ഇങ്ങനെ ബബിൾ പോലെ പൊന്തി വരും ഉണങ്ങി കഴിയുമ്പോൾ. അപ്പോൾ അതാ നമ്മുടെ ഏകദേശം എല്ലാം കവർ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അടിഭാഗത്തും കുറച്ച് ടിഷ്യൂസ് വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിലും ഈ കണ്ടെയ്നറിൻ്റെ ഉള്ളിലായിട്ടും കുറച്ച് വെച്ച് കൊടുക്കണം. ഇനി അടുത്ത സ്റ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ ഒന്നും കൂടി ഈ ഒരു ബക്കറ്റിനെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പുട്ടി നമുക്ക് വാങ്ങാൻ കിട്ടും. ആ പുട്ടി ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ 2 പ്രാവശ്യം നമ്മൾ പുട്ടി തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ തേച്ച് കൊടുക്കുന്നത് ഇത്തിരി തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ്. അപ്പോൾ നമ്മളതിങ്ങനെ എൻ്റെ കയ്യിലുള്ള ഒരു ഇത് വെച്ച് ചെയ്യുന്നത് ഇത്തിരി വലുതാണ്. എന്നാലും ഇവിടെ ഉള്ള ഒരു സാധനം വെച്ച് ഞാൻ ഇത് അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ അതിങ്ങനെ ചുറ്റും നമ്മൾ ഈ ബക്കറ്റിൻ്റെ ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതൊന്ന് ഉണങ്ങാൻ വെക്കണം. ഇനി ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ രണ്ടാമതും പുട്ടി ഒരു പ്രാവശ്യം കൂടി തേക്കുവാണ്. അത് ഇത്രയും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ഡൈല്യൂട്ടായിട്ടുള്ള ഇതിലാണ് നമ്മൾ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് കിട്ടും ഇതിൻ്റെ സർഫസ്. അപ്പോൾ ഇതും ചുറ്റും ഒന്ന് തേച്ച് കൊടുക്കുക. കണ്ടോ? ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇങ്ങനെ ഒരു കുഴമ്പ് രൂപത്തിലുള്ള കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഈ പ്രാവശ്യം എടുത്തേക്കുന്നത്. ഇത് തേക്കുമ്പോൾ നല്ല എളുപ്പത്തിൽ നമുക്ക് തേച്ചെടുക്കാനും പറ്റും. നല്ല സ്മൂത്തായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇനി ഇത്രയും കൂടി ഇതിൻ്റെ സർഫസസൊക്കെ ഒന്ന് സ്മൂത്താക്കാൻ വേണ്ടി ഇതുപോലെ ഒരു സ്പോഞ്ച് എടുത്ത് നമ്മൾ നനച്ച സ്പോഞ്ച് വെച്ച് ഇതിൻ്റെ ഫുള്ളൊന്ന് ഇങ്ങനെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഇതിൻ്റെ ചുറ്റും നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ ഒരു പേപ്പർ വെച്ചിട്ട് നമ്മളൊന്ന് സ്ക്രാച്ച് ചെയ്തെടുക്കണം ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം, സ്ക്രാച്ച് പേപ്പർ ഉപയോഗിച്ചിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല ഇത് സ്മൂത്തായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ സ്പ്രേ പെയിൻറ്റ് അടിച്ചു കൊടുക്കാൻ വേണം. സ്പ്രേ പെയിൻറ്റ് അടിച്ചതിന് ശേഷം നമ്മൾ ബ്ലാക്ക് കളറിന് അക്രിലിക് പെയിൻറ്റും ഇതിൻ്റെ മീതെ നിന്ന് അടിച്ചു കൊടുക്കും. അടുത്തതായിട്ട് ഈ പോട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ബിസ്ക്കറ്റ് കവർ, ഞാൻ ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറയുന്ന ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അതിൻ്റെ കവറാണ് എടുത്തേക്കുന്നത് കേട്ടോ. അതിൻ്റെ ഉൾഭാഗം ആ സിൽവർ കളറിലുള്ള ഇതാണ് നമ്മൾ എടുക്കുന്നത്. അത് നമ്മളൊരു പ്രത്യേക ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിങ്ങനെ ഒരു ഷേപ്പ് എടുത്തേക്കുന്നതെന്ന് മാത്രം.
ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച്, ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു സിൽവർ പേപ്പർ എടുക്കാനായിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ചുളിവുകൾ കുറവായിരിക്കും. അപ്പോൾ പല ആർട്ട് വർക്കുകളും നമ്മളിങ്ങനെ ഈ സിൽവർ ഫോയിൽ വെച്ച് ചെയ്യാറുണ്ടല്ലോ. സിൽവർ ഫോയിൽ വെച്ച് ചെയ്യുമ്പോൾ ചുളിവുകൾ കൂടുതലായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു പോട്ടിൻ്റെ ടോപ്പ് പോർഷനിൽ ഒരു സിൽവർ കളറിലുള്ള ഒരു ലേസ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഗ്ലൂ ഗൺ വെച്ചിട്ട്. അപ്പോൾ അത് ആ ഒരു ടോപ്പ് പാർട്ട് നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ലേസ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് സിൽവറോ വൈറ്റോ എന്ത് കളർ ലേസ് വേണമെങ്കിലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിത് സിൽവർ കളറാണ്, നമ്മുടെ ഇതൊരു സിൽവർ ബ്ലാക്ക് തീം ആയതുകൊണ്ട് സിൽവർ കളർ ലേസ് ഒട്ടിച്ചു കൊടുത്തു എന്ന് മാത്രം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. മുകളിലത്തെ ഒരു ലെയർ ആദ്യം തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. ഒന്നുകിൽ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഫെവിക്കോൾ ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഗ്ലൂ ഗൺ വെച്ചാണ് ഒട്ടിച്ചത്. അതെനിക്ക് അത്ര കംഫർട്ടബിളായിട്ട് തോന്നിയില്ല, കാരണം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം, കൈ പൊള്ളാതെയൊക്കെ, ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇനി അപ്പോൾ ഞാൻ ഇതിൻ്റെ താഴെ ഒട്ടിച്ചു കൊടുക്കുന്നത് ഈ ഫെവിക്കോൾ വെച്ചാട്ടോ, അത് കുറച്ചും കൂടി ഈസിയാണ്. ഫെവിക്കോൾ ഒരു ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് നമുക്കതങ്ങ് ഒട്ടിച്ചെടുക്കാം. കണ്ടോ, താഴത്തെ ഒരു ലെയർ ഇങ്ങനെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. ആ സെയിം ഷേപ്പ് തന്നെ, പക്ഷെ പല രീതിയിൽ ഒട്ടിച്ചെടുക്കുന്നു മാത്രം. അപ്പോൾ ഇത് നമുക്ക് ത്രൂ ഔട്ട് ഈ സെക്കൻഡ് ലെയർ അങ്ങ് ഒട്ടിച്ചെടുക്കാം. പിന്നെ താഴേക്ക് വരുമ്പോൾ നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഓർഡറൊന്നുമില്ല കേട്ടോ, ഇഷ്ടം പോലെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ ഗ്യാപ്പ് വരുന്നിടത്തൊക്കെ നമ്മൾ പിന്നീട് ഓരോ ഷേപ്പ് വെച്ച് ഫില്ല് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട, ചെറിയ ഗ്യാപ്പൊക്കെ വന്നാലും കുഴപ്പമില്ല. കണ്ടോ, അപ്പോൾ താഴേക്ക് നമ്മളിങ്ങനെ ചെരിച്ചും വളച്ചും ഒക്കെ ഇഷ്ടമുള്ള പോലെ ഒട്ടിച്ചു കൊടുക്കാം. പൊട്ടിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ഇടയ്ക്ക് നന്നായിട്ട് എല്ലാ ഭാഗങ്ങളും ഒട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. കാരണം ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ ഒട്ടാതെ ഇങ്ങനെ പൊന്തി നിന്ന് കഴിഞ്ഞാൽ ഒരു ഭംഗിക്കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തും ഗ്ലൂ തേച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ പല രീതിയിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ടോ. ആ മുകളിലത്തെ ഒരു ലെയർ മാത്രം ആ ഒരു ഓർഡറിൽ ഒട്ടിച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ഗ്യാപ്പും ഫില്ല് ചെയ്ത് ഒട്ടിച്ചിങ്ങനെ വന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെറിയ ഓരോ ഷേപ്പുകൾ, അത് ട്രയാങ്കിൾ ആവാം, എന്ത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഓവൽ ഷേപ്പ് ആവാം, റെക്റ്റാങ്കിൾ ഷേപ്പ് ആവാം. അങ്ങനെ ചെറിയ ഷേപ്പുകൾ കട്ട് ചെയ്തിട്ട് ഈ ഓരോ ഗ്യാപ്പിലും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, അപ്പോൾ ഇത് നമ്മൾ ഫുൾ ഒട്ടിച്ചെടുത്തു. ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ പ്രോഡക്റ്റ്. അപ്പോൾ ഈ ഒരു പോട്ട് നല്ല ബലമാണ് കേട്ടോ. നമ്മൾ സാധാരണ ബക്കറ്റ് KFC വാങ്ങുമ്പോൾ കിട്ടുന്ന ബക്കറ്റല്ല ഇത്. ഇപ്പോൾ നല്ലൊരു പോട്ടായി മാറി.